നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതെന്താ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് കല്യാണ പെണ്ണും കല്യാണ ചെക്കനും എന്താണ്? അതിലേക്കാണ് ഞാനിപ്പം വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടുകൂടൽ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കല്യാണ പാർട്ടി നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്താറുണ്ട്. അപ്പം ആഴ്ചയിൽ ചിലപ്പം 2-3 ഒക്കെ ഉണ്ടാവാറുണ്ട്. കല്യാണ സീസൺ പോലെ ഇരിക്കും. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോയെങ്കിലും നമുക്കിതുവരെ അതൊന്നും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഇതേപോലെ ഇവർ 2 ദിവസം മുമ്പേ വന്ന് ചോദിക്കും കേട്ടോ. എല്ലാവരും ആദ്യമൊന്നും അങ്ങനെ ചോദിക്കില്ലായിരുന്നു, പെട്ടെന്ന് വന്ന് എടുത്ത് പോവുകയാണ്. പിന്നെ അവരുടെ ആൽബത്തിലും അവരുടെ സ്റ്റാറ്റസും കാണുമ്പോൾ ഓരോരുത്തരും അവരുടെ അടുത്ത് ചോദിക്കും ഇത് ഏതാണ് വീടെന്ന് പറയുമ്പോൾ ഇത് ഇന്ന വീടാണ്, അവിടെ ചോദിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പേ വന്നിട്ട് ചോദിക്കുന്നു ഇന്ന ദിവസം കല്യാണമുണ്ട്, ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടത്തട്ടെ. ഇന്ന് വരെ ഞങ്ങൾ ആരുടെ അടുത്തും നോ പറഞ്ഞിട്ടില്ല. കാര്യം നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കല്യാണം എന്ന് പറയുന്നത്. ആ സംഭവത്തിന് ആ ഒരു സന്തോഷത്തിൽ നമുക്കും ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞു, നമ്മുടെ വീടിന് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളായിട്ട് എന്തിനാണ് അവരുടെ സന്തോഷം വേണ്ടാന്ന് നോക്കുക, നമുക്കൊരു നഷ്ടവും ഇല്ലാത്ത കാര്യമാണ്. അവർക്കാണെങ്കിൽ വലിയ സന്തോഷം, ഒരുപാട് ആളുകൾ വേണ്ടാന്നാണ് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇത് കല്യാണ പെണ്ണ് ഇവിടെ അടുത്തുള്ളതാണ്, ചെക്കൻ പേരാമ്പ്രയുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്ത് കുറേ സംസാരിച്ചു. അവർ ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഓരോ പോസ്റ്റൊക്കെ ഇങ്ങനെ എടുത്ത് ഞങ്ങളിതാ ഫ്രണ്ടിലെ ഭാഗം മാത്രമേ എടുത്തുള്ളൂ. എന്ന് വെച്ചാൽ അവരൊരു സ്വകാര്യതയിൽ നമ്മൾ കടന്ന് ചെല്ലണ്ടെന്ന് വിചാരിച്ച് എടുക്കുന്നതിന് അവർക്ക് കുഴപ്പമില്ല കേട്ടോ. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ കുഴപ്പമില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ ഈ ചെക്കനും പെണ്ണ് ദീർഘസുമംഗലയായി ഇരിക്കട്ടെ, അവർക്ക് നല്ലൊരു മാരീഡ് ലൈഫ് ഉണ്ടാവട്ടെ. വളരെ സന്തോഷം. ഓക്കെ.